റോഡ് അറ്റകുറ്റപ്പണികൾ പ്രമാണിച്ച് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാളെ മുതൽ ഈ മാസം 19 വരെ താൽക്കാലികമായി അടച്ചിടും. 3 ദിവസത്തേക്ക് കോൺസുലേറ്റിലെ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ലഭ്യമാകില്ലെന്നും വരും ദിവസങ്ങളിലെ അപ്പോയിന്റ്മെന്റുകൾ 19 രാത്രി 8 മണി മുതൽ ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു. ദുബായിൽ കോൺസുലേറ്റ് കോംപ്ലക്സിലെ റോഡ് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത 3 ദിവസം ഈ കോൺസുലേറ്റ് അവധിയായിരിക്കും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ഓഫീസ് തുറന്ന് പ്രവർത്തിക്കില്ല, യാതൊരു തരത്തിലുള്ള സേവനങ്ങളും ലഭിക്കില്ല എന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചിരിക്കുകയാണ്. അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, ഈ 3 ദിവസങ്ങളിലും കോൺസുലേറ്റ് അവധിയായിരിക്കും. ഇതിലേറ്റവും പ്രധാനം ഈ ഇന്ത്യക്കാരുടെ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമക്കുരുക്ക് അതിങ്ങനെ തുടരുന്നതിനിടയിൽ ഈ സേവനങ്ങളൊക്കെ ലഭിക്കുന്നത് നിലവിൽ കോൺസുലേറ്റും ഒപ്പം തന്നെ എംബസിയും വഴിയാണ്. അപ്പോൾ ഈ 2 കേന്ദ്രങ്ങളിൽ മാത്രം അപ്പോയിൻമെൻ്റ് എടുത്ത് കാത്തിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു അവധി കൂടി കടന്നു വരുന്നത്. കോൺസുലേറ്റ് അവധിയായിരിക്കും എന്നുള്ളത് അറിയിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷേ ഈ വെള്ളി, ശനി ദിവസങ്ങളിൽ അപ്പോയിൻമെൻ്റ് എടുത്തവരുടെ കാര്യത്തിലടക്കം എന്താണ് തീരുമാനം എന്നുള്ളത് കോൺസുലേറ്റ് ഉടൻ തന്നെ വ്യക്തമാക്കും എന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ തിങ്കളാഴ്ചയാകും ഇനി തുറന്ന് പ്രവർത്തിക്കുക. തിങ്കളാഴ്ച രാവിലെ മുതൽ സേവനങ്ങൾ കൃത്യമായ രീതിയിൽ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. പക്ഷേ എംബസിയിൽ നാളെയും ഇത്തരത്തിൽ കോൺസുലേറ്റിൽ ഈ എംബസിയിലെ അറ്റസ്റ്റേഷൻ, വിസ, പാസ്പോർട്ട് സേവനങ്ങളൊക്കെ തന്നെയും ലഭ്യമാകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. എന്തായാലും അപ്പോൾ നാളെ ഈ കേന്ദ്രങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കില്ല. അപ്പോൾ അവിടേക്ക് സേവനങ്ങൾക്കായി എത്തേണ്ടതില്ല എന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. ഈ വിസ, പാസ്പോർട്ട്, അറ്റസ്റ്റേഷൻ മുതലായ സേവനങ്ങൾ അത് മുൻപുള്ള കരാർ കമ്പനിക്ക് തന്നെ നൽകണം എന്നുള്ള കാര്യം ഈ ഡൽഹി ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു. അത് എന്ന് മുതലാകും ആ കമ്പനി വീണ്ടും സർവീസുകൾ നടത്തി തുടങ്ങുക, അത് നൽകി തുടങ്ങുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അത് ഏറ്റവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ, ഇന്ത്യക്കാരൊക്കെയും പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ സേവനങ്ങൾക്കായി കൂടുതൽ കേന്ദ്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് നേടിയെടുക്കുന്നതിലുള്ളൊരു എളുപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ, വേഗത്തിൽ ഈ സേവനങ്ങൾ ലഭിക്കാൻ എന്തായാലും കാരണമാകും. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനം 3 ദിവസത്തേക്ക് കോൺസുലേറ്റിൽ സേവനങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.